അടിമുടി ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറാനൊരുങ്ങി കെഎസ്ആർടിസി. ചില്ലറയും കറൻസി നോട്ടും ഇല്ലെങ്കിലും ഇനി ധൈര്യമായി കെഎസ്ആർടിസി ബസ്സിൽ കയറാം. രാജ്യത്ത് ഉപയോഗത്തിലുള്ള എല്ലാ ഓൺലൈൻ പണമിടപാട് സംവിധാനങ്ങളിലൂടെയും ബസ്സിൽ ടിക്കറ്റ് എടുക്കാനാകും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ 40 ഡിപ്പോകളിൽ ലൈവ് ടിക്കറ്റിംഗ് സാധ്യമാകുന്ന പുതിയ ടിക്കറ്റ് മെഷീൻ വിതരണം ചെയ്തു. 2 മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ ഡിപ്പോകളിലേക്കും പുതിയ ടിക്കറ്റ് മെഷീനുകൾ എത്തും. ഇതോടുകൂടിയാണ് ഡിജിറ്റൽ പണമിടപാടും KSRTCയിൽ സാധ്യമാവുക. രാജ്യത്തെ ഏത് ഡിജിറ്റൽ പണമിടപാട് ആപ്പ് ഉപയോഗിച്ചും ഇനി KSRTCയിൽ ടിക്കറ്റ് എടുക്കാം. ഗൂഗിൾ പേ, പേടിഎം ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എടുക്കും. അപ്പോൾ ആളുകൾക്ക് പണം അതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ എന്തറിയാം, ഈ പണം കയ്യിലുണ്ട്, ബാലൻസ് കിട്ടിയില്ല എന്നുള്ള പരാതി, കണ്ടക്ടർ ബാക്കി തന്നില്ല എന്നുള്ള പരാതി, പിന്നെ പെട്ടെന്ന് പൈസ ഇല്ലാതെ ബസ്സിൽ കയറി നോക്കാൻ പൈസ ഇല്ലാതെ കയറാൻ പറ്റില്ല എന്നുള്ള ചിന്ത. അത് ചെറുപ്പക്കാർക്ക്, ന്യൂ ജനറേഷനിലെ കുട്ടികൾക്കൊക്കെ പലപ്പോഴും ഈ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് അവർ ശീലിച്ചിരിക്കുകയാണ്. അവർ ബസ് സ്റ്റേഷൻ ചെയ്യുമ്പോൾ ബസ്സിൽ കയറി പോകണം, പൈസ ഇല്ല, ക്യാഷ് എടുത്തില്ല. അപ്പോൾ ക്യാഷിന് പകരം ഇത് എല്ലാത്തരം പേയ്മെൻറ്റുകളും എടുക്കും. ടിക്കറ്റ് ബുക്കിങ്ങിനും ബസ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിനുമായി പുതിയ ആപ്പ് കൂടി KSRTC പുറത്തിറക്കുകയാണ്. ഡിജിറ്റലൈസേഷൻ ഈ മാസം അവസാനത്തോടുകൂടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. നിങ്ങൾ ഓരോരുത്തരുടെയും മൊബൈൽ ഫോണിലെ ആപ്പിലൂടെ നിയറസ്റ്റ് ബസ് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഇറങ്ങി നിന്നാൽ ഇവിടെ ഇരിക്കുന്നിടത്ത് സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റിലെത്താൻ 2 മിനിറ്റ് സമയം വേണമെന്ന് അത് കാണിക്കും. ബസ് വരുന്ന സമയം, കിഴക്കേക്കോട്ടയ്ക്ക് പോകാനാണ് ബസ് വരണമെങ്കിൽ പാളയത്ത് നിന്ന് ബസ് സ്പെൻസർ ജംഗ്ഷനിലെത്തുന്ന അടക്കം കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളവിടെ നിന്നിട്ട് ആ വരുന്ന ബസ്സിൽ സീറ്റ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ലോങ് ഡിസ്റ്റൻസ് വണ്ടികളിൽ വന്നുകൊണ്ടിരിക്കുന്ന ബസ്സിൽ ഇപ്പോൾ അങ്ങനെ പറ്റില്ല. വണ്ടി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ റിസർവേഷൻ ഇല്ല. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്സിൽ റിസർവേഷൻ കിട്ടും. നമ്മൾ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്, തൊട്ടടുത്ത സ്ഥലത്ത് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ സീറ്റ് അവൈലബിൾ ആണെങ്കിൽ 2 സീറ്റ് നമുക്ക് ആവശ്യമുള്ള സീറ്റ് അവിടെ നിന്ന് ഇതിനകത്തൂടെ ബുക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനം വരെയാണ്. ചലോ എന്ന കമ്പനിയുടെ ടിക്കറ്റ് മെഷീനും അനുബന്ധ ഓൺലൈൻ സംവിധാനവുമാണ് കോർപ്പറേഷൻ വാടകയ്ക്കെടുക്കുന്നത്. ടിക്കറ്റ് മെഷീനുകൾ, ഓൺലൈൻ ഡിജിറ്റൽ പണമിടപാട് ഗേറ്റ്വേ, സെർവറുകൾ, ഇന്റർനെറ്റ് സൗകര്യം, ഡിപ്പോകളിലെ കമ്പ്യൂട്ടറുകൾ, ബസ്സുകളിലെ GPS സംവിധാനം, കൺട്രോൾ റൂമുകൾ എന്നിവയെല്ലാം കമ്പനി നൽകണം. മെഷീനുകളുടെയും ഓൺലൈൻ സംവിധാനത്തിൻ്റെയും പരിപാലനവും കരാർ കമ്പനിയുടെ ചുമതലയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.